ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു നോക്കിനിന്ന ആ നിർണായക ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ 14 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചകൾ ഒടുവിൽ ഒരു ധാരണയുമില്ലാതെ അവസാനിച്ചു. ലോക സമ്പദ്വ്യവസ്ഥയെയും എണ്ണവിപണിയെയും ഒരുപോലെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള രണ്ട് വൻ ശക്തികൾ മുഖാമുഖം വന്നപ്പോൾ സമാധാനത്തേക്കാൾ ഉയർന്നു കേട്ടത് തർക്കങ്ങളുടെ സ്വരമാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ സൂചനയാണ്. ആണവ സുരക്ഷ മുതൽ ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ യാത്ര വരെ ഈ ഒരൊറ്റ ചർച്ചയെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ചർച്ചകളെ വഴിമുട്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമാധാനത്തിനുള്ള വഴി അടയുകയാണോ, അതോ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധാഗ്നിയിലേക്ക് നീങ്ങുകയാണോ? ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നയതന്ത്ര പരാജയം ആഗോള സുരക്ഷയ്ക്കുമേൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഇരുവിഭാഗങ്ങളും പരസ്പരം ചുമത്തുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കൻ പക്ഷം പറയുന്നത് ഇറാൻ ആണവായുധ വികസനം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന അടിസ്ഥാന നിബന്ധന അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നാണ്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് സുരക്ഷാ പ്രശ്നമാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നിലനിർത്തുകയും അതേസമയം സൈനിക ഉപയോഗത്തിലേക്ക് നീങ്ങില്ലെന്ന് മാത്രം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത് മതിയായ ഉറപ്പല്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. മറുവശത്ത് ഇറാനിയൻ ഭരണകൂടം പറയുന്നത് അമേരിക്കയുടെ ആവശ്യങ്ങൾ യുക്തിരഹിതവും അമിതവുമായിരുന്നു എന്നതാണ്. സ്വന്തം ദേശീയ അവകാശങ്ങൾ ത്യജിക്കാതെ ഒരു കരാറിലേക്ക് പോകാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും എന്നാൽ അമേരിക്ക ഏകപക്ഷീയ നിബന്ധനകൾ മുന്നോട്ട് വച്ചതോടെ പുരോഗതി നിലച്ചുപോയെന്നും ഇറാൻ വാദിക്കുന്നു. ഈ തർക്കത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് വീണ്ടും ഇറാന്റെ ആണവ പദ്ധതിയാണ്. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഉയർത്തിക്കാട്ടുന്ന പ്രധാന ആശങ്ക ഇറാൻ സമാധാനപരമായ ആണവോർജ്ജ പദ്ധതി എന്ന പേരിൽ സൈനിക ശേഷി വികസിപ്പിക്കുമോ എന്ന ചോദ്യമാണ്. ഇറാൻ ഇതിനെ നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ആണവ ബോംബ് വേണ്ടെന്നും എന്നാൽ ഊർജ്ജോൽപാദനം, വൈദ്യശാസ്ത്രം, ഗവേഷണം എന്നിവയ്ക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കില്ലെന്നും അവർ ആവർത്തിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അവകാശമാണെന്നും അതിനെ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഇറാന്റെ വാദം. ഇതാണ് ചർച്ചകളിലെ ഏറ്റവും വലിയ തടസ്സമായി മാറിയത്. ആണവ വിഷയത്തിനൊപ്പമെത്തിയ മറ്റൊരു നിർണായക തർക്കവിഷയം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ ജലപാത ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗൾഫ് മേഖലയിലെ വലിയ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഇവിടെയുണ്ടാകുന്ന ഏത് സംഘർഷവും എണ്ണവില ഉയരാനും വിതരണ ശൃംഖല തകരാനും ലോകവിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കാനും കാരണമാകും. അമേരിക്കയുടെ ആവശ്യം ഈ പാത യാതൊരു തടസ്സവുമില്ലാതെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തുറന്നിരിക്കണമെന്നതാണ്. എന്നാൽ ഇറാൻ തന്റെ സുരക്ഷാ താൽപ്പര്യങ്ങളും പ്രാദേശിക സ്വാധീനവും പരിഗണിക്കാതെ ഹോർമൂസിനെക്കുറിച്ചുള്ള തീരുമാനം പുറത്തുനിന്ന് നിർണ്ണയിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ രൂപപ്പെട്ട ഭിന്നത ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കി. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ വെറുമൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ അതിജീവനത്തിനുള്ള അവകാശ പോരാട്ടമാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുകയാണ്. ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ മുതൽ എണ്ണ കയറ്റുമതി വരെയുള്ള മേഖലകളിൽ ഏർപ്പെടുത്തിയ തടസ്സങ്ങൾ ഒരു രാജ്യത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടയുന്ന ക്രൂരമായ നടപടിയാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഉപരോധങ്ങളുടെ യഥാർത്ഥ ഇരകൾ അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കറൻസി മൂല്യത്തകർച്ചയും മൂലം ജനജീവിതം ദുസ്സഹമാണ്. ഏറ്റവും വേദനാജനകമായ കാര്യം ഉപരോധങ്ങൾ മൂലം അത്യാവശ്യ മരുന്നുകളുടെ ലഭ്യത പോലും തടസ്സപ്പെടുന്നു എന്നതാണ്. മാനുഷികമായ പരിഗണനകൾ പോലും നൽകാതെ ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാതെ യാതൊരുവിധ കരാറുകളിലും ഒപ്പിടില്ല എന്ന ഇറാന്റെ നിലപാട് തികച്ചും യുക്തിസഹമാണ്. വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ സ്വന്തം സമ്പത്ത് തിരികെ ലഭിക്കണമെന്നും അന്യായമായ നടപടികളിലൂടെ രാജ്യത്തിനുണ്ടായ കനത്ത സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം വേണമെന്നും ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അവകാശമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്ന ഒരു കരാറാണ് ആവശ്യമെങ്കിൽ ആദ്യം ഇറാൻ നേരിടുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഉപരോധങ്ങൾ ഒരു സമ്മർദ്ദ ഉപകരണമാണ്. സുരക്ഷാ ഉറപ്പുകൾ, ആണവ നിയന്ത്രണങ്ങൾ, പ്രാദേശിക സായുധ കൂട്ടായ്മകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ കുറയ്ക്കൽ, കടൽ ഗതാഗത സുരക്ഷ എന്നിവയിൽ വ്യക്തമായ ഇളവുകൾ ലഭിക്കാതെ സാമ്പത്തിക ഇളവുകൾ നൽകുന്നത് തന്ത്രപരമായ തെറ്റായിരിക്കുമെന്ന് അമേരിക്ക കരുതുന്നു. അതിനാൽ അമേരിക്ക എല്ലാ വിഷയങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുള്ള ഒരു സമഗ്ര ധാരണയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാൻ ഓരോ വിഷയവും വേർതിരിച്ച് പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ അഭിപ്രായ വ്യത്യാസവും ചർച്ചകളെ സ്തംഭിപ്പിച്ച പ്രധാന ഘടകമായി മാറി.
റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി സന്ദേശങ്ങൾ, കരട് നിർദ്ദേശങ്ങൾ, ഇടനിലക്കാർ മുഖേന കൈമാറിയ നിർദ്ദേശങ്ങൾ എന്നിവ നടന്നിരുന്നു. എന്നാൽ സമയം നീണ്ടുപോയതോടെ ഭിന്നതകൾ കുറയേണ്ടതിനു പകരം കൂടുതൽ വ്യക്തമായി പുറത്തുവന്നു. പലപ്പോഴും അന്താരാഷ്ട്ര ചർച്ചകളിൽ സമയം നീളുന്നത് പുരോഗതിയുടെ സൂചനയായിരിക്കും. എന്നാൽ ഇവിടെ അത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആഴം വെളിപ്പെടുത്തിയ സംഭവമായി മാറുകയാണ് ചെയ്തത്. ഈ പരാജയം മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ വീണ്ടും അസ്വസ്ഥമാക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ചെറിയൊരു സംഭവം പോലും വലിയ സൈനിക പ്രതിസന്ധിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണ കപ്പലുകൾ, നാവികസേനാ സാന്നിധ്യം, ഡ്രോൺ നിരീക്ഷണം, വ്യോമ സാന്നിധ്യം പതിവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആശയവിനിമയത്തിലെ ചെറിയ പിഴവുകൾ പോലും ഏറ്റുമുട്ടലിന് വഴിയൊരുക്കാം. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നയതന്ത്ര ചാനലുകൾ ക്ഷയിക്കുകയാണെങ്കിൽ സൈനിക സമ്മർദ്ദവും പ്രത്യാഘാത സാധ്യതയും വർദ്ധിക്കാം. അതേസമയം ഈ സാഹചര്യം നിർബന്ധമായും യുദ്ധത്തിലേക്കാണ് നീങ്ങുക എന്ന് പറയാനാവില്ല. പലപ്പോഴും കടുത്ത നിലപാടുകൾ പ്രകടിപ്പിച്ച ശേഷമാണ് രാജ്യങ്ങൾ വീണ്ടും ചർച്ചാമേശയിലേക്ക് മടങ്ങുന്നത്. ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ജനാഭിപ്രായം, സഖ്യരാജ്യങ്ങളുടെ ഉപദേശം, സാമ്പത്തിക സാഹചര്യങ്ങൾ, എണ്ണവിലയിലെ മാറ്റം, അന്താരാഷ്ട്ര ഇടപെടലുകൾ എന്നിവ തീരുമാനങ്ങളെ സ്വാധീനിക്കും. അമേരിക്കയ്ക്കും ഇറാനും നേരിട്ടുള്ള വലിയ യുദ്ധം ചെലവേറിയതും അപകടകരവുമാണെന്നറിയാം. അതിനാൽ ഇരുവിഭാഗങ്ങളും തങ്ങളുടെ പൊതുപ്രസ്താവനകളിൽ കടുപ്പം പുലർത്തിയാലും പിന്നാമ്പുറ നയതന്ത്ര യത്നങ്ങൾ തുടരുമെന്ന സാധ്യത തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് അടുത്ത നീക്കമാണ്. ചർച്ചകൾ തകർന്നതോടെ 2 വഴികളാണിനി മുന്നിലുള്ളത്. ഒന്നാമത് പുതിയ ഇടനിലക്കാരുടെ സഹായത്തോടെ ചർച്ചകൾ പുനരാരംഭിക്കുക. രണ്ടാമത് പരസ്പര ആരോപണങ്ങൾ ശക്തമാവുകയും കടൽ, ആകാശ, പ്രാദേശിക പ്രോക്സി ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായ പാതയിലേക്ക് നീങ്ങുകയും ചെയ്യുക. അന്തിമമായി നോക്കുമ്പോൾ ഈ പരാജയപ്പെട്ട ചർച്ചകൾ ഒരു വലിയ സത്യം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു ഉടമ്പടിയുടെ പ്രശ്നമല്ല, മറിച്ച് തന്റെ ദേശീയ അഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും പോരാട്ടമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദതന്ത്രങ്ങൾക്കും അന്യായമായ ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇറാൻ ഈ 14 മണിക്കൂറിലൂടെ നടത്തിയത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടത് ഇറാന്റെ കടുപ്പിടുത്തം കൊണ്ടല്ല, മറിച്ച് ഇറാൻ മുന്നോട്ടുവെച്ച ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകാത്തതുകൊണ്ടാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുന്നത് മേഖലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അന്തസ്സില്ലാത്ത ഒരു സമാധാനത്തേക്കാൾ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ശരിയെന്ന ഇറാന്റെ പൊളിറ്റിക്കൽ ബോധമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. സംഭാഷണങ്ങൾ അവസാനിക്കരുത് എന്നത് ശരിയാണ്, പക്ഷേ അത് ഇറാന്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടാവരുത് എന്നതാണ് ഇവിടുത്തെ പ്രധാന സന്ദേശം.